ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പപ്പ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരു കുഞ്ഞു ചൂര, ഒരു കുട്ടി ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ആദ്യം ഒന്ന് വറക്കാമെന്നാണ് വിചാരിച്ചേ. പിന്നെ വിചാരിച്ചു ഒരു കറി ആവുമല്ലോ, ഉച്ചയ്ക്കത്തേനൊരു കറി ആവുമല്ലോ, അതും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് സൂപ്പറായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചൂര ചെറിയതാണെങ്കിലും നല്ല ഫ്രഷ് ചൂരയായിരുന്നു. രണ്ടെണ്ണമാണ് പപ്പ കൊണ്ടുവന്നത്. അതിലൊരെണ്ണം എനിക്ക് തന്നു, പപ്പ ബാക്കി വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ എന്ത് കൊണ്ടുവന്നാലും ഒരു വീതം ഇവിടെ തന്നിട്ടേ പപ്പ വീട്ടിലോട്ട് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചൂരയൊന്ന് വെട്ടി കഴുകിയെടുക്കാം. ഈ കുഞ്ഞു ചൂരയാണ്. ഞാൻ വെട്ടുന്നതോ കഴുകുന്നതോ ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കറി വെക്കുന്നത് കാണിക്കാം. അപ്പോൾ എന്നത്തെയും കൂട്ട് തന്നെ ആദ്യം മൺചട്ടി അടയിറത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക്, ഉലുവ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ മൺചട്ടി അല്ല നമ്മൾ ഗ്യാസിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാ ഒരു കറുപ്പ് കളറുള്ള മൺചട്ടിയാണ് വെക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അത് കാരണമാണ് ഞാൻ ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇടാം, പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. കാരണം ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ വാഴയില പോലത്തെ കറിവേപ്പില അതിന് ടേസ്റ്റ് ഇല്ല, അത് കാരണം ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി ഞാൻ അങ്ങനെ കറികൾക്ക് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കറി നല്ല കുറുകിയേ കിട്ടാറുള്ളൂ കേട്ടോ. ഇപ്പം ഇങ്ങനെയൊന്ന് വെച്ച് നോക്ക്, ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പ് നല്ലവണ്ണം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണ നന്നായി തെളിഞ്ഞു വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, പുളിയും ചേർക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മീനിൻ്റെ കഷ്ണങ്ങൾ അതിനകത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് വെന്ത് കഴിയുമ്പോഴത്തേന് തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ തീയിട്ട് ഒരു നല്ലവണ്ണം അത് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറി നമുക്ക് ചൂരക്കറി ആണെങ്കിൽ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, വേറെ എന്ത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നും, ദോശയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.